ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് എഗ് റോസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമാണ് ഈ ഫ്രൈഡ് എഗ് റോസ്റ്റ്. ഫസ്റ്റ് നമുക്കൊരു കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലകളൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമുക്ക് വേണ്ട മസാല എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടിയാണ്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതാണ്. ചെറിയ ജീരകമല്ല, വലിയ ജീരകമാണ്, പെരുംജീരകം പൊടിച്ചതാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ചെറിയ ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും ചേർത്തിട്ട് പിന്നെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വറുത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ മസാലയിൽ നിന്നൊക്കെ നല്ലൊരു മണം ഇങ്ങനെ വരും. അപ്പോൾ ആ മണം വരുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. പ്രത്യേകിച്ച് മസാല കൂടി ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ മസാലയുടെയൊക്കെ നല്ലൊരു മണം ഇങ്ങനെ വരും. പ്രത്യേകിച്ച് ഈ കളറൊക്കെ ഇങ്ങനെ മാറിയിട്ട് വരും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മസാലയൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഇതുപോലെ മസാലയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതേ കടായിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയാണ്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ സവാളയിൽ ഒരു 3 സവാള, വലുതാണെന്നുണ്ടെങ്കിൽ 2 സവാള മതിയാവും. അപ്പോൾ 3 സവാള കൂടി ചേർക്കുകയാണ്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയൊക്കെ നന്നായിട്ട് കളർ മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം വന്നിട്ട് ഹൈയിൽ വെച്ചിരുന്നാൽ മതിയാവും. പെട്ടെന്ന് വഴറ്റിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ സവാളയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ കളറൊക്കെ മാറിയിട്ട് വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് നമുക്കിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും എണ്ണയും വളരെ കുറച്ച് തന്നെ മതിയാവും. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറിയിട്ട് ലൈറ്റായിട്ടുള്ള റോസ് കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വാടി വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം. കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് കറുവാപ്പട്ട, ഒരു 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഇത്രയും കൂടി ചേർക്കുകയാണ്. ഇത്രയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാളയുടെയൊക്കെ കളറൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഫസ്റ്റിലെ ഇത് ചേർക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വഴറ്റുമ്പോഴത്തേക്കും ഈ ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ കറക്റ്റായിട്ട് ലൈറ്റായിട്ടുള്ള ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 തക്കാളിയാണ്. ചെറിയ തക്കാളിയിൽ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് വഴറ്റുന്ന ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതിയാവും. ആ ചൂട് കൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് നമ്മൾ തക്കാളിയൊക്കെ വാടിയിട്ട് കിട്ടും. ഒരുപാട് സമയം നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞിട്ട് പോകില്ല തക്കാളി. ആ ഒരു സ്റ്റേജിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേവിച്ചെടുത്ത മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 4 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ഓരോ മുട്ടയും 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർക്കാം. മുട്ടയെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനലി ഇതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിയില കൂടിയാണ്. മല്ലിയിലയും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് നമ്മുടെ എഗ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങാനും നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 കപ്പോളം അളവിൽ ഒരു 400 ml വെള്ളം വരെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. വെള്ളം ചേർക്കും തോറും നല്ല കട്ടിയായിട്ടാണ് നമ്മുടെ ഈ ഗ്രേവി കിട്ടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. രണ്ടിനും ഓരോ ടേസ്റ്റാണ്, പ്രത്യേകം ടേസ്റ്റാണ് ഈ രണ്ടിനും. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണിത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.